എവിടെ മുസി? എവിടെയാ? ജമാ മസ്ജിദ് ഡൽഹി. അസ്സലാമു വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഹേയ് ഹലോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം ജമാ മസ്ജിദ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മുസിയാണ് നോക്കിയത്, മുസിയാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ അത് കാണാം. ഗൈസ്, ജമാ മസ്ജിദ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ല. ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു. അതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ലടാ. ഒരു മുസ്ലിം പള്ളി, പണ്ടേ ഉള്ളൊരു വലിയ പള്ളിയാണ്. ബ്യൂട്ടി ഉണ്ട്, ബ്യൂട്ടി ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടോ? കയറി കളിച്ചാൽ മതി. എന്താണ് വേറെപ്പോൾ എന്താ പറയാ, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. വിക്കിപീഡിയ ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മദാമ്മ വന്നിട്ടുണ്ട്, ഫോറിനേഴ്സ് അവിടെ ഉണ്ട്. സംഭവം ഉണ്ട് പള്ളി. മുസ്ലിം നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിട്ടാ. അപ്പൊ ഇനി നിസ്കരിച്ചിട്ട് കാണാം. അപ്പോൾ ശരി, നിസ്കരിക്കാൻ കയറട്ടെ. താടി മുസ്ലിയാ. ഇനി പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു കാര്യങ്ങളെല്ലാം മുസി പറയും. ചെരുപ്പ് ഇടാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ഡ്രസ്സ് എല്ലാം അവൻ പറയും കേട്ടോ. പള്ളീൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പ് അലൗഡല്ല. ഇതുപോലെ ഇവിടെ വെക്കാം. ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ ഒരു പെയറിന് 10 വെച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതാ കുറേ ആൾക്കാർ കയ്യിൽ പിടിച്ചിട്ട് പോകുന്നുണ്ട്. ഏറ്റവും നല്ലത് കയ്യിൽ പിടിച്ചിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ല. കയ്യിൽ പിടിക്കുക, എന്നിട്ട് പിന്നെ അങ്ങനെ നിലത്ത് വെക്കാണ്ട് നടക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ കണ്ടു, ഇവനാണ് ഇതിൻ്റെ ആള്. കുത്തബ് മിനാർ. ഒടുക്കത്തെ ചെക്കിങ്ങിന് ശേഷം കുത്തബ് മിനാർ. ട്രൈപ്പോഡ് എടുത്തോണ്ട്. സോ കുറച്ചൊക്കെ ഷെയ്ക്ക് ഉണ്ടാവും വിചാരിക്കുന്നു. ചിലപ്പോൾ ഇതിലായിരിക്കും ഷെയ്ക്ക് ഇല്ലാണ്ടിരിക്കുക. ഭാഗ്യത്തിന് ഡ്രോണിൻ്റെ ബാഗ് ചെക്ക് ചെയ്തില്ല ഗൈസ്. ഡ്രോണിൻ്റെ ബാഗ് ചെക്ക് ചെയ്യാൻ തുറന്നു. പക്ഷേ ഈ ട്രൈപ്പോണ്ടായാലും സംസാരിച്ചിട്ട് ഡ്രോണിൻ്റെ ബാഗ് ബാക്കിലിട്ടിട്ട് നമ്മൾ എന്തോ കയറി, ഓടിക്കയറി, തിരക്ക് പിടിച്ച കയറി. അല്ലെങ്കിൽ ശരിക്കും പെട്ടെന്നെ എന്ത് പിടിച്ചു? ക്ഷീണം ഇയാണ്ടങ്ങനെ പറയുന്നത് കുറച്ച് നടന്നപ്പോഴേക്കും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അവസ്ഥ. അവൻ്റെ മുഖം നോക്ക്, അവനെ നന്നാക്കാട്ടി ക്ഷീണം പിടിച്ചു. അതെന്താ മുസി അവിടെ അറബിയിലിരിക്കണേ? അത് അടുത്ത മുസി പറയണേ, ഈ കുത്തബ് മിനാർ എഴുതിയിരിക്കുന്നത് വീഴാണ്ടിരിക്കാനുള്ള മന്ത്രമാണ്. ജാതി പിള്ളേരൊക്കെ എവിടെ പോയാ, ഓടിപ്പോയാ. നമ്മുടെ ഫോട്ടോ എടുക്കാൻ അവിടെ ചോദിക്കണ്ട, ഒരേ അവസ്ഥ. ആ ഓക്കെ, മുസിയാണ് കേട്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫറിൻ്റെ ഐഡിയാസ്. ഇംഗ്ലീഷിലല്ലേ? അതെ. ഇയാളെന്ത് ഇയാളെന്താ ഐഫോൺ വന്നിട്ട് ഓടുന്നുണ്ട്? അയാളുടെ ഐഫോണാണല്ലോ. അത് തമാശാക്കിയിരിക്കൂലേ? ഇത് പൊട്ടിപ്പൊള്ളും തോന്നറാ. ഇത് മൊത്തം പണിയാനായി. എന്ത് പണിതാലോ? പണ്ടേ ഉള്ളതല്ലേ, കൊറേ കൊല്ലായില്ലേ, എന്നിട്ട് നിക്കുന്നുണ്ടല്ലേ. ഓ, ഇതെന്താടാ മോണിമെന്റ്സാ അല്ലേ? ഗൈസ്, ഫ്ലൈറ്റ് വന്നു ഗൈസ്. ഭയങ്കര വെയിലിട്ടല്ലേ, തണുപ്പേനു ഡൽഹി ഇറങ്ങുമ്പോൾ. ഇപ്പോൾ 1.5 വെയിൽ. തണുപ്പാ, നല്ല വെയിലത്ത് ക്ഷീണം പിടിക്കുന്നു. ഇതാ ഇവൻ്റെ കണ്ണോക്കിയ കഞ്ചാവാട്ടടിച്ച് പോലുണ്ട്. അൻ്റെയും കണക്കന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷീണല്ല. നമ്മളിന്ന് കശ്മീരിലേക്ക് പോവുകയാണ് ഗൈസ്. രാത്രി 10 മണിക്കാണ് ട്രെയിൻ. അതുവരെ എങ്ങനെയെങ്കിലും സമയമാക്കണം. റൂമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത്. ഇതാ ഇന്നെല്ലാം കണ്ട, റൂമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കല് തന്നെ, മറന്നാക്കണ്ടേ. പിന്നെ ഇവിടെ കയറുമ്പോൾ വലിയ സീനുണ്ട്. ഇവിടെ നല്ല ചെക്കിങ്ങാണ്, ട്രൈപ്പോഡൊന്നും വിടുന്നില്ല. അപ്പോൾ ചിന്തിച്ചൂടെ, നമ്മളെങ്ങനെയോ ഡ്രോൺ എടുത്തോടാ, ഡ്രോണെല്ലാം എങ്ങനെയൊക്കെയോ കയറ്റിയിട്ടുണ്ട് ഇവിടെ. പിന്നെ എൻട്രി ഫീ എന്ന് പറയുന്നത് 40 റുപ്യ. മറ്റേ ATM കാർഡും ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഓൺലൈനിലൂടെയാണെങ്കിൽ 35 കൊടുക്കണ്ടു. മറ്റെങ്ങനെയാകുമ്പം 40 റുപ്യ കൊടുക്കണം. ഫോറിനേഴ്സ് പാവോ, നമ്മൾ 40 റുപ്യ കൊടുക്കുമ്പോൾ 600 റുപ്യ കൊടുക്കുന്നു. എന്തൊരു ഇതാണല്ലേ. നല്ലതാടി. ഇങ്ങനെ ഉണ്ടോ ചാമ്പല്? 140 രൂപയ്ക്കാണ് പിന്നെ ഉണ്ടായത്. നമ്മളിനി ബ്ലാക്ക് കൊടുത്താലോ വിചാരിക്കുന്നു. അതാ നല്ല അല്ലേ? അതാവുമ്പോൾ 300 റുപ്യക്ക് മറിച്ചാലും ഇല്ല. അപ്പം അവിടെ ഇവിടെ നല്ല വ്യൂ ഉണ്ടടാ അല്ലേ?
ഇവിടെ ഒരു ഫോട്ടോ എടുക്കണം തടി. ഇവിടെ തണുപ്പുണ്ട്. സീൻ തന്നെ. എപ്പോഴും ഫോട്ടോ ഫോട്ടോ എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്റെ മോനെ കാണില്ല. അങ്ങനെ നടന്ന് ക്ഷീണിച്ചതേ ഇവിടെ തൊട്ടപ്പുറത്തിന് ഒരു പാർക്ക് പോലൊരു ഏരിയ ഉണ്ട്, പുല്ലൊക്കെ ആയി. അവിടെ ഇരുന്നാണ് എല്ലാവരും നമ്മൾ സംസാരിക്കുക. അതായത് അവിടെ കുറേ പേര് ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും കാലുവേദന എടുത്തുല്ലോ. അപ്പോൾ പിന്നെ അവിടെ പോയിരുന്ന് കുറച്ചൊന്ന് സംസാരിച്ച് വീട്ടിലേക്കൊക്കെ വിളിച്ച് പ്രിയപ്പെട്ടവരൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് കുത്തപ്പിനാറ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പ്ലെയിൻ പോണ നോക്കിയിരുന്നു. വേറെ പണിയൊന്നുമില്ല, കുറച്ച് നേരം പ്ലെയിൻ പോണതൊക്കെ നോക്കിയിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന തിരക്കാണേ. ഇത് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ അല്ല. ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ വഴി എടുക്കുമ്പോൾ ആ ഒരു പ്രൈസ് ഞങ്ങൾ പറഞ്ഞല്ലോ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാനുള്ള ക്യൂ ആണ്. ഇവിടെ ചെക്കിങ് നല്ല ടൈം എടുത്തുള്ളൊരു ചെക്കിങ് ആണ്. ബാഗെല്ലാം ചെക്ക് ചെയ്യും. ക്യാമറ കൊണ്ടുപോകുന്ന ആൾക്കാർ ട്രൈപോഡ് ഉണ്ടെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനത്തെ ഒരു ഇഷ്യൂ. ഡൽഹിയിലെ അവസ്ഥയാണ്. ഷെയർ ടാക്സി ബാക്കിൽ 3 പേര്, ഫ്രണ്ടിൽ 3 പേര്. ബാക്കിൽ 3 പേരുണ്ട്, കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഓട്ടോ ഇറങ്ങി. എവിടെ നോക്കിയാലും പാവ് ഭാജി. അപ്പോൾ പിന്നെ അതന്നെ കഴിക്കേണ്ട വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതന്നെ കഴിച്ച് വീണ്ടും ട്രെയിനിൻ്റെ ഒരു ടയറിന് എത്ര പൈസ ഉണ്ടെന്ന് അറിയാം? 20,000. 70,000 രൂപ ഉണ്ട്. 70,000 ഒരു ടയറിനാ? ആ. ആരുണ്ടാക്കണ്? എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ സിദ്ദീഖാക്ക വയനാടുന്നു. ഇതെല്ലാം ചോദിക്കുന്നു. ബർഗർ കിങ്ങിലേക്ക് വന്നിട്ടില്ല. രാജീവ് ചൗക്കിലെ ബർഗർ കിങ് ഭയങ്കര തിരക്കാണ്. കിട്ടിയിട്ടില്ല. എത്രയാണ്? ഭയങ്കര തിരക്കാണ്. സാധനം കിട്ടി. നല്ല ക്ഷീണം പിടിച്ച് മുഖെല്ലാം നോക്കിയ ഭയങ്കര തിരക്കായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല. നമ്മളെ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ തന്നെ നല്ല ബ്രാൻഡും ഉണ്ട്, കുറേ ലോക്കൽ ഷോപ്സും ഉണ്ട്. അതുപോലെ അവിടെയൊക്കെ ഉണ്ട്. നല്ല തിരക്കാണ്. മെട്രോ സ്റ്റേഷനൊക്കെ ഫുള്ളും. നമ്മുടെ ഹോട്ടൽ കാണിച്ചിടാം. ഞങ്ങൾ സീൻ ഹോട്ടലൊക്കെ നമ്മളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് 1.5 ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ. സീൻ ഹോട്ടലിലേക്കുള്ള വഴി ചെറുതാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാശ് നമ്മുടെ ഹോട്ടലിലേക്ക് എത്താൻ. വണ്ടിയുടെ ഒരു സൗകര്യ പ്രശ്നമുണ്ട്. എന്നാൽ എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. റേറ്റ് കുറേനും കിട്ടും. നമ്മുടെ ഹോട്ടൽ അയച്ചു കൊടുക്കുമോ? താജ് പ്രിൻസസ് ആണ് കാശ് നമ്മൾ നിൽക്കുന്നത്. ഇതെന്തോ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. കാണാം. അങ്ങനെ നമ്മൾ കശ്മീർ സോറി അങ്ങനെ നമ്മൾ ഡൽഹി ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷനിലില്ല ചാവടിക്കുന്നുണ്ട. അങ്ങനെ ഡൽഹി സർ റോഹില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാശ്മീരിലേക്ക് പോയുള്ള ട്രെയിനാണ്. ഇതാ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ട്രെയിനാണെങ്കിൽ ഓപ്പൺ ആക്കണം. അത്ര 10:30 വിടൽ. നമ്മുടെ ഇവിടെ ഒരു 9:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് രാത്രി തന്നെ. പിന്നെ നടത്തുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഫുഡൊന്നും പറ്റില്ലെന്ന് തോന്നല്ലേ. ഞാൻ മൊത്തം മാറ്റേണ്ടി വരും തോന്നുന്നു. പിന്നെ ഡൽഹിയിലെ ട്രാഫിക് അത് കമ്പാരിറ്റീവ്ലി ബാംഗ്ലൂരൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നോർമലാണ്, സിമ്പിളാണ്. അതായത് ട്രാഫിക് ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ബ്ലോക്കോ അല്ലാണ്ട് ഇങ്ങനെ പറയാൻ മാത്രം ബ്ലോക്കൊന്നുമില്ല. എല്ലാം ഒരു മാനേജബിൾ ആയിട്ടുള്ള ബ്ലോക്കാണ്. നമ്മൾ ഈ എന്താ പറയുക, ഈ മാർക്കറ്റ് സൈഡൊക്കെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും, അത് പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറല്ലായിരിക്കും. ഇന്നിവിടെ വീക്കെൻഡായിട്ട് ഒരു എന്താ പറയുക, ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു നോർമൽ ട്രാഫിക്, നമ്മളെ സാധാ നാട്ടിൽ അങ്ങനത്തെ ഒരു ട്രാഫിക് ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. പിന്നെ
മെട്രോ ഇവിടെ എല്ലായിടത്തേക്കും മെട്രോ അതുകൊണ്ടായിരിക്കും മെയിൻലി എന്താ പറയുക ട്രാഫിക് വണ്ടികൾ കുറയാനുള്ള കാരണം. ബാംഗ്ലൂർ അങ്ങനെ എല്ലായിടത്തും മെട്രോ ഒന്നും ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഇവിടെ എത്ര 200 സംതിങ് എത്ര സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ എല്ലായിടത്തേക്കും മെട്രോ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് മെട്രോ ചീപ്പ് എന്നല്ല, എന്നാലും എല്ലായിടത്തേക്കും ആക്സസബിൾ ആയതുകൊണ്ട് ഏറ്റവും സിമ്പിൾ മെട്രോ. പറയല്ലേ താടി ഫുള്ള് ഹിസ്റ്ററി പറയുന്നുണ്ടല്ലേ. നല്ല പറയുമ്പോൾ പറയണ്ടേ. ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ പോക്കല്ലേ. ഇനി കശ്മീർ കഥകൾ. ഇതെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിനൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ട്രെയിനൊക്കെ ഫുള്ളാണ്. നമ്മൾ RIC. ഞങ്ങളങ്ങനെ ഉദംപൂരെത്തി. ഇനി ബനിഹാലിലേക്ക് പോയെന്ന് ഷെയർ ടാക്സി. ബാക്കിൽ കാണിക്കാൻ പറ്റില്ല, മുമ്പാണ് ചേർ. ഇങ്ങനെ പോകുന്നുണ്ട്. ഏതാ വണ്ടി? തവേരയാണ്. തവേരയാന്ന് തോന്നുന്നു. 5 അല്ല 7 പേര്. ഒരാൾക്ക് 500 എങ്ങനെ കുറച്ചായിരുന്നില്ല. ഫിക്സഡ് പ്രൈസ് ആട്ടോ. ഫിക്സഡ് റേറ്റ് ആണ് 500.